നിങ്ങളെ വെൽക്കം ടു ഫ്രാങ്ക് ലെക്ചേഴ്സ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി S4 മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി എന്ന സബ്ജക്റ്റിന്റെ ഇൻട്രൊഡക്ഷൻ ആണ്. ആദ്യമേ തന്നെ ഓർത്തിരിക്കേണ്ടത് ഈ ഒരു സബ്ജക്റ്റിന്റെ സബ്ജക്ട് കോഡാണ്. ദാറ്റ് ഈസ് PC-MET 402. ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ കിട്ടുന്ന സമയത്ത് സബ്ജക്ട് കോഡ് ശ്രദ്ധിക്കുക. ദാറ്റ് ഈസ് PC-MET 402 ആണ്. ദാറ്റ് ഈസ് മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി എന്ന സബ്ജക്റ്റിന്റെ സബ്ജക്ട് കോഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ ആദ്യമേ പറയേണ്ടത് ഈ സബ്ജക്റ്റിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇവിടെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് 40 മാർക്കിനാണ് ഉള്ളത്. ശ്രദ്ധിക്കുക, കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക് 40 മാർക്ക്. അപ്പൊ ഈ 40 മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് നോക്കാം. അത് ഒരു അവെയർ ആയിരിക്കുക. കാരണം നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്താൽ മാത്രമേ നല്ലൊരു CGPA കിട്ടുള്ളൂ. അതേപോലെ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷൻ, അതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി എക്സാം. 60 മാർക്കിനാണുള്ളത്. എക്സാമിന്റെ അവേഴ്സ് 2.5 മണിക്കൂർ എക്സാം ഉള്ളത്. അപ്പൊ ഈ ഒരു സബ്ജക്ട് നോക്കുകയാണെങ്കിൽ സബ്ജക്ട് ഒരു തിയറി ടൈപ്പ് സബ്ജക്ട് ആണ്. അപ്പൊ തിയറി ടൈപ്പ് സബ്ജക്ട് മാക്സിമം മാർക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഏതൊരു ക്വസ്റ്റ്യനും ഫിഗർ വരയ്ക്കുക, ഫിഗർ വരച്ചിട്ട് ആൻസർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം മാർക്ക് കിട്ടത്തുള്ളൂ. ഇനി ഇതും ഒരു കോർ പേപ്പർ ആണ്. ക്രെഡിറ്റ്സ് നോക്കുകയാണെങ്കിൽ 4 ക്രെഡിറ്റ്സ് ഉണ്ട്. 4 ക്രെഡിറ്റ്സ് ഉള്ള എല്ലാം കോർ പേപ്പേഴ്സ് ആണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സബ്ജക്ട് കോമ്പറ്റേറ്റീവ് എക്സാമിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് ആണ് ഈ മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി. അപ്പൊ മെഷീൻ ടൂൾസ് എന്ന് പറയുമ്പോൾ ഓർത്ത് വയ്യാണ്, സബ്ജക്ട് കോഡ് ഇവിടെ ഉണ്ട്. നമ്മുടെ വർക്ക് പീസിൽ നിന്ന് എക്സസ് മെറ്റീരിയൽ ചിപ്പിന്റെ ഫോമിൽ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഡിസൈൻ ഷേപ്പ് ആൻഡ് സൈസിലോട്ട് മാറ്റുന്നവരെയാണ് നമ്മൾ മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത്. ഇനി മെട്രോളജി എന്ന് പറഞ്ഞാൽ മെഷർമെന്റിന്റെ സയൻസിനെയാണ് നമ്മൾ മെട്രോളജി എന്ന് പറയുന്നത്. അപ്പൊ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ അറ്റൻഡൻസ് കംപ്ലീറ്റ് നമുക്ക് കിട്ടുകയാണെങ്കിൽ 95% മുകളിൽ കിട്ടുന്നെങ്കിൽ അറ്റൻഡൻസ് മാർക്കായിട്ട് 5 മാർക്ക് കിട്ടും. അതുപോലെ ഈ ഒരു സബ്ജക്റ്റിൽ 4 മോഡ്യൂൾസ് ഉണ്ട്. ആ 4 മോഡ്യൂൾസിനെ ബേസ് ചെയ്ത് നമ്മൾ ഇതിന്റെ അകത്ത് ഒരു പ്രോജക്ട് ചെയ്യും. ആ പ്രോജക്റ്റിന് നമുക്ക് 15 മാർക്കാണ് എന്താ പ്രോജക്റ്റിന് വരുന്നത്. അതിലൊരു മാർക്ക് നമുക്ക് കിട്ടും. നല്ല പ്രോജക്റ്റ് ആണെങ്കിൽ ഫുൾ മാർക്കും കിട്ടും. നമുക്ക് 2 ഇന്റേണൽ എക്സാം ഉണ്ട്. 2 ഇന്റേണൽ എക്സാമിനാണ് നമ്മൾ സീരീസ് എക്സാം എന്ന് പറയുന്നത്. സീരീസ് 1ഉം സീരീസ് 2ഉം. ആ ഇന്റേണൽ എക്സാം മാർക്ക് നമ്മൾ ഇന്റേണൽ എക്സാം എത്ര മാർക്കിനാണ് നടത്തുന്നത് അതിനെ 10ലേക്ക് കൺവേർട്ട് ചെയ്യും. അതിൽ നമുക്ക് കിട്ടുന്ന മാർക്ക് 2 സീരീസിനും കിട്ടുന്ന മാർക്ക് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 40ന് നമുക്കൊരു മാർക്ക് കിട്ടും. ആ മാർക്ക് മാക്സിമം ഈ പറയുന്ന പോലെ സീരീസ് എക്സാം നന്നായിട്ട് പഠിച്ച് എഴുതി കഴിഞ്ഞാൽ ഈ 20 മാർക്കിൽ ഒരു 18+ മാർക്ക് മേടിക്കാം. നല്ലപോലെ പ്രോജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 13-14 മാർക്സ് മേടിക്കാം. അറ്റൻഡൻസ് ഉണ്ടെങ്കിൽ ഏകദേശം 40ക്ക് 35 എബോവ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും മേടിക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റി എക്സാം കൂടെ എഴുതി കഴിയുന്ന സമയത്ത് നല്ലൊരു CGPA ഈ ഒരു സബ്ജക്റ്റിന് കിട്ടും. അപ്പോ എൻഡ് സെമിസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റി എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് ഇതിന് 2 പാർട്ടാണുള്ളത്. ദാറ്റ് ഈസ് പാർട്ട് എയും അതുപോലെ പാർട്ട് ബിയും. പാർട്ട് എ എന്ന് പറയുമ്പോൾ 4 മോഡ്യൂളാണ് ഉള്ളത്. ഈ 4 മോഡ്യൂളിൽ 2 ക്വസ്റ്റ്യൻസ് വെച്ചാണ് വരുന്നത്. അപ്പൊ ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. ശ്രദ്ധിക്കുക, ഒരു ക്വസ്റ്റ്യന് 3 മാർക്കാണ്. അങ്ങനെ 8 ക്വസ്റ്റ്യന് 3 മാർക്ക് ആവുന്ന സമയത്ത് 24 മാർക്കിനാണ് നമുക്ക് പാർട്ട് എ ഉള്ളത്. ശ്രദ്ധിക്കുക മക്കളെ, പാർട്ട് എ 24 മാർക്കിനുണ്ട്. അപ്പൊ അത്രയും വലിയൊരു സെക്ഷൻ ആണ് പാർട്ട് എ. പാർട്ട് എ നന്നായിട്ട് എഴുതാൻ ശ്രമിക്കുക. പാർട്ട് എ 24 മാർക്കിനുണ്ട്. അത് 8 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓരോ മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ വെച്ച് ചോദിക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, 4 മോഡ്യൂളും നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ 24 മാർക്കും നന്നായിട്ട് കിട്ടത്തുള്ളൂ. അപ്പം ഓരോ മോഡ്യൂളിൽ നിന്നും 2 ക്വസ്റ്റ്യൻ വെച്ച് 8 ക്വസ്റ്റ്യൻ 3 മാർക്കിന് ചോദിക്കും. അങ്ങനെ 24 മാർക്ക് പാർട്ട് എക്ക് ഉണ്ട്. പാർട്ട് ബി നോക്കുകയാണെങ്കിൽ പാർട്ട് ബി നമുക്ക് 36 മാർക്കിനാണുള്ളത്. ഇവിടെ നമുക്ക് ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. 4 മോഡ്യൂളുണ്ട്. ഒരു മോഡ്യൂളിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൽ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി. 2 ക്വസ്റ്റ്യൻ വിൽ ബി ഗിവൺ ഫോർ ഈച്ച് മോഡ്യൂൾ. അതിൽ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആൻസർ ചെയ്താൽ മതി. ഓർത്തുക, ഓരോ ക്വസ്റ്റ്യനും 9 മാർക്കാണ്. അപ്പൊ 4 ക്വസ്റ്റ്യൻ 9 മാർക്കിന് എന്ന് പറയുമ്പോൾ 36 മാർക്കാണ് പാർട്ട് ബി വരുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യനില് മാക്സിമം ഓഫ് 3 സബ് ഡിവിഷനും ചോദിക്കാം. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് 3 സബ് ഡിവിഷൻ A, B, C ഉണ്ടെങ്കിൽ 3 മാർക്ക് വെച്ച് കൊടുത്ത് 3 സബ് ഡിവിഷനും നമുക്ക് എന്താ ഇതിന്റെ അത് ചോദിക്കാം. ഈ പറയുന്ന മൾട്ടിപ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, സബ് ഡിവിഷൻ ഉള്ളതുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നല്ലൊരു മാർക്ക് ഈ ഒരു സബ്ജക്റ്റിന് കിട്ടാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ നമുക്ക് ഇനി നോക്കുന്നത് മോഡ്യൂൾസിലോട്ട് പോകുമ്പോൾ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മെഷീൻ ടൂൾസ് ആൻഡ് മെട്രോളജി. അപ്പൊ ആദ്യം പറയുന്നത് നമ്മൾ മെഷീൻ ടൂൾസിനെ പറ്റിയാണ്. അത് കഴിഞ്ഞിട്ടാണ് മെഷർമെന്റ്സിനെ പറ്റി പറയുന്നത്. അപ്പൊ ഈ ഒരു സബ്ജക്റ്റിൽ നമ്മൾ പറയുന്നതെല്ലാം ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻസും കൂടെയാണ് എന്നുള്ള കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാം, മെഷീനിങ് ചെയ്യുന്ന സമയത്ത്
നമ്മൾ എന്താണ് സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ, അതേപോലെ മൾട്ടിപ്പിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ എന്താണെന്ന് പഠിക്കും. കാരണം നമ്മൾ ഈ മെഷീൻ ടൂൾസിൽ യൂസ് ചെയ്യുന്നത് കട്ടിംഗ് ടൂളാണ്. അപ്പൊ ഈ മെഷീൻ ടൂൾസ് എന്ന് പറയുന്നത് ലെയ്ത്ത്, ഷേപ്പർ, പ്ലെയിനർ, ഡ്രില്ലിങ്, മില്ലിങ്, എന്ത് ടൈപ്പ് മെഷീൻ ടൂൾ നോക്കിയാലും ആ മെഷീൻ ടൂൾ ഒരു കട്ടിംഗ് ടൂളാണ്, ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ടൂളാണ്. ആ ടൂൾ യൂസ് ചെയ്താണ് വർക്ക് പീസിൽ നിന്ന് എക്സസ് മെറ്റീരിയൽ എന്താ ചിപ്പിന്റെ ഫോമിൽ റിമൂവ് ചെയ്യുന്നത്, നമ്മൾ ഡിസൈഡ് ഷേപ്പ് ആൻഡ് സൈസിലോട്ട് മാറ്റുന്നത്. അപ്പൊ അവിടെ ലെയ്ത്തിലൊക്കെ യൂസ് ചെയ്യുന്ന സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളാണ്. ഇനി പറയുന്ന ഡ്രില്ലിങ്ങോ മില്ലിങ്ങോ ആണെങ്കിൽ അത് മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് ഉള്ള മൾട്ടിപ്പിൾ കട്ടിംഗ് ടൂൾ ഉണ്ട്. ഇനി അതുപോലെ ഈ വർക്ക് പീസിൽ നിന്ന് എക്സസ് ആയിട്ട് റിമൂവ് ആവുന്നതാണ് ചിപ്പ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ചിപ്പ് ഫോർമേഷൻസ് ഉണ്ട്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ചിപ്പിനെ പറ്റി പഠിക്കും. അതേപോലെ എന്താണ് ഓർത്തോഗണൽ കട്ടിങ്, എന്താണ് ഒബ്ലിക് കട്ടിങ് എന്ന് പഠിക്കും. അതുപോലെ തന്നെ കട്ടിംഗ് ഫോഴ്സിന്റെ എല്ലാത്തിന്റെയും കൂടെ അനാലിസിസിനെയാണ് നമ്മൾ എന്ത് പറയുന്ന മെർച്ചന്റ് സർക്കിൾ എന്ന് പറയുന്നത്. അപ്പൊ മെർച്ചന്റ് സർക്കിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ പറയുന്ന വർക്ക് പീസിൽ നിന്ന് എക്സസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുന്ന സമയത്ത് ചിപ്പിലായാലും വർക്ക് പീസിലായാലും കട്ടിംഗ് ടൂളിലായാലും ഫോഴ്സ് എക്സേർട്ട് ചെയ്യും. ആ ഫോഴ്സ് എല്ലാം കൂടെ ചേർത്ത് വരയ്ക്കുന്ന സർക്കിളിനാണ് മെർച്ചന്റ് സർക്കിൾ എന്ന് പറയുന്നത്. അതുവഴി കട്ടിംഗ് ഫോഴ്സിനെ പറ്റി പഠിക്കാൻ പറ്റും. അതുപോലെ ടൂൾ ലൈഫ്, വെയർ, എക്കണോമിക്സ് ഓഫ് മെഷീനിങ്, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെയാണ് ഫസ്റ്റ് പാർട്ട് നമുക്കുള്ളത്. ഇതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്ന ലെയ്ത്ത് ആണ് വളരെ ഇമ്പോർട്ടന്റ്. ലെയ്ത്തിൽ പഠിക്കാനുള്ളത്. അപ്പം വളരെ വാസ്റ്റ് ആണ്. 60 മാർക്കിന് ചോദിക്കുന്നെങ്കിലും പഴയതുപോലെ തന്നെ ഒരുപാട് സിലബസ് ഇതിൻ്റെ അകത്ത് ഉണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ലെയ്ത്തിന്റെ പാർട്സ്, അതുപോലെ ടൈപ്സ് ഓഫ് ലെയ്ത്ത് ഇമ്പോർട്ടന്റ് ആണ്. സ്പെസിഫിക്കേഷൻ, എങ്ങനെയൊക്കെ ലെയ്ത്തിനെ സ്പെസിഫൈ ചെയ്യാം. അതുപോലെ തന്നെ ലെയ്ത്തിലുള്ള ഓപ്പറേഷൻസ്, നമുക്ക് എന്തൊക്കെ ഓപ്പറേഷൻസ് ലെയ്ത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ടേണിങ് ചെയ്യാം, നെർലിംഗ് ചെയ്യാം, അതുപോലെ തന്നെ ഡിഫറെന്റ് പ്രോസസ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. ആ പ്രോസസ്സ് എല്ലാം നമ്മളെന്താ ഇതിനകത്ത് പഠിക്കും. ലെയ്ത്ത് ഓപ്പറേഷൻസ് എന്നുള്ള പേരിലാണ് പഠിക്കുന്നത്. ഇനി ലെയ്ത്തിൽ ആക്സസറീസ് ഉണ്ട്, അതേപോലെ ലെയ്ത്തിൽ അറ്റാച്ച്മെന്റ്സ് ഉണ്ട്. അപ്പൊ ലെയ്ത്തിന്റെ ആക്സസറീസ്, ലെയ്ത്തിന്റെ അറ്റാച്ച്മെന്റ്സിന് നമ്മൾ പഠിക്കും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ പ്രോസസ് പാരാമീറ്റർ, ഈ പറയുന്ന പോലെ കട്ടിംഗ് ടൈം, അതുപോലെ ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട്, ഇതൊക്കെ, അല്ലെങ്കിൽ കട്ടിംഗ് സ്പീഡ്, ഈ പറയുന്ന ഫീഡ്, ഡെപ്ത് ഓഫ് കട്ട് ഒക്കെ പ്രോസസ് പാരാമീറ്റേഴ്സ് ആണ്. അതിൽ മെഷീനിങ് ടൈം കാൽക്കുലേഷൻ ഒക്കെ നമുക്ക് ഈ പറയുന്ന സെക്കൻഡ് പാർട്ടായിട്ട് വരും. ഇനി തേർഡ് പാർട്ടായിട്ട് വരുന്നത് ഈ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത് തന്നെ നമുക്ക് എന്താ മെഷീനിങ് ചെയ്യുന്നവരാണ് അതായത് ഷേപ്പർ, പ്ലെയിനർ, സ്ലോട്ടിംഗ് മെഷീൻ. അപ്പൊ ഈ ഷേപ്പർ, പ്ലെയിനർ, സ്ലോട്ടിംഗ് മെഷീൻ്റെ അകത്തുള്ള മെക്കാനിസം ആണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളെ മെക്കാനിസം ഓഫ് മെഷീനറിയിൽ നമ്മൾ പഠിക്കുന്ന ക്രാങ്ക് ആൻഡ് സ്ലോട്ടർ ലിവർ മെക്കാനിസം, അല്ലെങ്കിൽ വിത്ത് വർക്ക് ക്വിക്ക് റിട്ടേൺ മെക്കാനിസം. ഫോർവേഡ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും, റിട്ടേൺ സ്ട്രോക്ക് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആയിരിക്കും. അപ്പൊ ഈ ഷേപ്പർ, പ്ലെയിനർ, സ്ലോട്ടർ, അതിന്റെ ക്ലാസിഫിക്കേഷൻ, അതുപോലെ അതിന്റെ ടൈപ്സ് ഓഫ് ഓപ്പറേഷൻ ആണ് ഇതിൽ ഒരു മൂന്നാമത്തെ പാർട്ടായിട്ട് വരുന്നത്. അപ്പൊ ഈ ഒരു വലിയ മോഡ്യൂൾ തന്നെയാണ് ഫസ്റ്റ് മോഡ്യൂൾ. കട്ടിംഗ് ഫോഴ്സ് അനാലിസിസ്, അതുപോലെ മെർച്ചന്റ് സർക്കിള്, ലെയ്ത്തിനെ പറ്റി കംപ്ലീറ്റ് പഠിക്കാനുണ്ട്. അതുപോലെ ഷേപ്പർ, പ്ലെയിനർ, സ്ലോട്ടിങ്, അങ്ങനെ ഒരു 5 ടോപ്പിക്സ് ഇതിൻ്റെ അകത്തുണ്ട്. അത് വളരെ വലിയൊരു മൊഡ്യൂളാണ്. നന്നായിട്ട് പഠിച്ചാൽ മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റൂ. ഇനി മൊഡ്യൂൾ 2 പറ്റി പറയുന്ന സമയത്ത് അവിടെ മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് യൂസ് ചെയ്യുന്ന, മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ യൂസ് ചെയ്യുന്ന മെഷീൻ ടൂൾസിനെ പറ്റിയാണ് മൊഡ്യൂൾ 2 പറയുന്നത്. നമുക്ക് 2024 സ്കീം എന്ന് പറയുന്ന 4 മൊഡ്യൂളാണ് ഉള്ളത്. അല്ലെ രണ്ടാമത്തെ മോഡ്യൂളില് മൾട്ടിപ്പിൾ കട്ടിംഗ് എഡ്ജസ് ഉള്ള കട്ടിംഗ് ടൂൾ യൂസ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മെഷീൻ ടൂൾസ്, അതായത് ഡ്രില്ലിംഗ് മെഷീനിൽ നമ്മളെ കട്ടിംഗ് ടൂൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത്. ആ ഡ്രിൽ ബിറ്റിന്റെ നോമൻക്ലേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവിടെയും പ്രോസസ് പാരാമീറ്റർ, മെഷീനിങ് ടൈം കാൽക്കുലേഷൻസും കട്ടിംഗ് ഫോഴ്സസും അതിൽ പഠിക്കാനുണ്ട്. ഇനി അതുപോലെ മില്ലിംഗ് മെഷീൻ നോക്കുകയാണെങ്കിൽ മില്ലിംഗ് മെഷീൻസിലെ ടൈപ്സ് ഓഫ് മില്ലിംഗ് മെഷീൻ, അതുപോലെ മില്ലിംഗ് മെഷീന്റെ ഓപ്പറേഷൻസ്, മില്ലിംഗ് കട്ടേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മില്ലിംഗ് കട്ടേഴ്സ്, അതുപോലെ മില്ലിംഗ് കട്ടേഴ്സിന്റെ നോമൻക്ലേച്ചർ, അവിടെയും പ്രോസസ് പാരാമീറ്റർ, മെഷീനിങ് ടൈം, അതിന്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ഈക്വൽ ഡിവിഷൻ ആയിട്ട് ഒരു സർക്കംഫറൻസ്, ഇതൊരു ഷാഫ്റ്റ് ആണെന്ന് നോക്കിയാൽ ഈ ഷാഫ്റ്റിന്റെ പെരിഫറിയിൽ ഈക്വൽ ഡിവിഷൻസ് ആയിട്ട് ടീത്തിനെ കട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണെന്ന് പറയുന്ന ഇൻഡെക്സിങ് എന്ന് പറഞ്ഞാൽ ഈ സർക്കംഫറൻസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യുക. സർക്കംഫറൻസിനെ ഈ ഒരു ഗിയർ ഒക്കെ കട്ട് ചെയ്യണമെങ്കിൽ ആ ഗിയറിന്റെ പെരിഫറിൽ അല്ലെങ്കിൽ ഒരു സിലിണ്ടറിക്കൽ ബ്ലാങ്കിൽ ആ സിലിണ്ടറിക്കൽ ബ്ലാങ്കിനെ ഒരു ഈക്വലി എന്ത് ചെയ്യണം, ഡിവൈഡ് ചെയ്യണം. അതിന്റെ സർക്കംഫറൻസിനെ ഈക്വലി ഡിവൈഡ് ചെയ്യണം. ആ ഡിവൈഡ് ചെയ്യേണ്ട മെത്തേഡിനെയാണ് നമ്മൾ ഇൻഡെക്സിങ് എന്ന് പറയുന്നത്. അപ്പം ഡിഫറെന്റ് ഇൻഡെക്സിങ് ഹെഡ്, അതേപോലെ ഡിഫറെന്റ് ഇൻഡെക്സിങ് മെത്തേഡും നമ്മൾ എന്താ അവിടെ പഠിക്കണം. ഡിഫറെന്റ് ഇൻഡെക്സിങ് മെത്തേഡും പഠിക്കണം. ഇനി ഗ്രൈൻഡിങ്ങിനെ പറ്റി പഠിക്കുന്ന സമയത്ത് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത്. ദാറ്റ് ഈസ് ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെഷീൻ, ഓപ്പറേഷൻ, കട്ടിംഗ് ഫോഴ്സസ്, ഗ്രൈൻഡിങ് മെഷീനിലുള്ള കട്ടിംഗ് ഫോഴ്സസ്, അതുപോലെ ഗ്രൈൻഡിങ് മെക്കാനിസം. എന്തൊക്കെ ടൈപ്പ് ഓഫ് ഗ്രൈൻഡിങ് മെക്കാനിസം ഉണ്ട്? ഗ്രൈൻഡിങ് വീലിന്റെ ഈ പറയുന്ന പോലെ എന്താ നോമൻക്ലേച്ചർ അത് ഓർത്തു വയ്ക്കുക. ഹോണിങ് ആൻഡ് ലാപ്പിംഗ്, ഈ പറഞ്ഞ ഹോണിങ് ആൻഡ് ലാപ്പിംഗ് ചെയ്യുന്ന സൂപ്പർ ഫിനിഷ് പോലത്തെ പ്രോസസ്സ് കിട്ടാൻ വേണ്ടി, നല്ല ഫിനിഷ് കിട്ടാൻ വേണ്ടിയാണ് ഹോണിങ് ലാപ്പിംഗ് ചെയ്യുന്നത്. ഇനി ബ്രോച്ചിങ് എന്ന് പറയുന്നത് മക്കളെ ശ്രദ്ധിക്കുക, ഇവിടെ
4 മെഷീൻ ടൂൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഡ്രില്ലിംഗ് എന്ന് പറയുന്ന മെഷീൻ ടൂളിനെ പറ്റി പഠിക്കുന്നുണ്ട്, മില്ലിംഗ് എന്ന് പറയുന്ന മെഷീൻ ടൂളിനെ പറ്റി പഠിക്കുന്നുണ്ട്, ഗ്രൈൻഡിംഗ് എന്ന മെഷീൻ ടൂളിനെ പറ്റി പഠിക്കുന്നുണ്ട്, അതേപോലെ ബ്രോച്ച് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്ത് ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂളായ ബ്രോച്ച് എന്ന് പറയുന്ന ടൂൾ യൂസ് ചെയ്ത് നമ്മൾ ഇന്റേണൽ ഗിയേഴ്സ് സ്പ്ലൈൻസ് ഒക്കെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയാണ് ബ്രോച്ചിങ് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ബ്രോച്ചിങ് ഉണ്ട്, പുൾ ബ്രോച്ചിങ്, പുഷ് ബ്രോച്ചിങ് എന്ന് പറയുന്നുണ്ട്, അതേപോലെ ഡിഫറെന്റ് ബ്രോച്ച് കട്ടേഴ്സ് ഉണ്ട്. അപ്പൊ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ബ്രോച്ചിങ് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. 4 മെഷീൻ ടൂൾ ഇതിനെ പറ്റിയും അതിനെപ്പറ്റി ഡീപ്പായിട്ടും നമുക്ക് മോഡ്യൂൾ 2 പഠിക്കാനുണ്ട്. ഇനി ലാസ്റ്റ് ടോപ്പിക് ഗിയർ ജനറേഷൻ. ഗിയർ നമ്മൾ ഹോബി ചെയ്തെടുക്കാം, മില്ലിംഗ് ചെയ്ത് ഗിയർ എടുക്കാം. ഇനി ഗിയർ ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഗിയർ ഹോബി ആണ് ഗിയർ ജനറേഷൻ എന്ന് പറയുന്ന ഗിയർ ഹോബി. പിന്നെ വർക്ക് ഹോൾഡിംഗ് ഡിവൈസ്, ജിഗ്സും ഫിക്സേഴ്സിനെ പറ്റിയും ഈ മോഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ജിഗ്സിനെയും ഫിക്സേഴ്സിനെയും പറ്റിയും പഠിക്കാനുണ്ട്, ഓർത്തുക. ഇനി മോഡ്യൂൾ 3 എന്ന് പറയുമ്പോൾ മോഡ്യൂൾ 3 മെട്രോളജിയെ പറ്റിയാണ് പഠിക്കുന്നത്. മോഡ്യൂൾ 3 മെട്രോളജിയെ പറ്റിയാണ്. മെട്രോളജി എന്ന് പറഞ്ഞാൽ മെഷർമെന്റിന്റെ സയൻസിനെയാണ് നമ്മൾ മെട്രോളജി എന്ന് പറയുന്നത്. മെഷർമെന്റിന്റെ സയൻസിന് നമുക്ക് എന്താ പറയാം? മെട്രോളജി എന്ന് പറയാം. അപ്പൊ മെട്രോളജിക്കകത്ത് നമ്മൾ നോക്കേണ്ടത് എന്താണ്? ആക്യുറസി, പ്രിസിഷൻ, കാലിബ്രേഷൻ, എറർ ഇൻ മെഷർമെന്റ്. അപ്പൊ എറർ നമ്മൾ മെഷർ ചെയ്യുന്ന സമയത്ത് എറർ എന്ന് പറയുന്നത് നമുക്ക് ഒരു അബ്സൊല്യൂട്ട് വാല്യൂയും കാണും, മെഷേർഡ് വാല്യൂയും കാണും. ഒരു ട്രൂ വാല്യൂയും കാണും, മെഷേർഡ് വാല്യൂയും കാണും, അല്ലെ? യഥാർത്ഥ അതിന്റെ ഡയമെൻഷൻ ട്രൂ വാല്യൂ ആണ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ്. ആ ട്രൂ വാല്യൂ മെഷേർഡ് വാല്യൂ കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് എറർ കിട്ടുന്നത്. അപ്പം എറർ ഉണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെന്റ്, ഈ പറയുന്ന ലൈൻ സ്റ്റാൻഡേർഡ്സ്, എൻ സ്റ്റാൻഡേർഡ്സ് നമ്മൾ അതിന് അവിടെ പഠിക്കും. എന്താണ് ആക്യുറസി, പ്രിസിഷൻ എന്ന് പഠിക്കും. അതൊന്ന് ഓർത്തുക. പിന്നെ അത് കഴിഞ്ഞാൽ ലിമിറ്റ്സ്, ഫിക്സ്, ടോളറൻസ്. ലിമിറ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു മെഷീൻ കമ്പോണന്റ് മാനുഫാക്ചറിങ് അല്ലെങ്കിൽ മെഷീൻ ടൂൾ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് എക്സാക്ട് ഡയമെൻഷനിൽ ഒരു ഡ്രോയിങ്ങിൽ ഒരു ഡയമെൻഷൻ കാണും. ആ എക്സാക്ട് ഡയമെൻഷനിൽ ഒരിക്കലും നമുക്ക് മെഷീനിങ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. കാരണം അത് ഈ പറയുന്ന അത്രയും ആക്യുറസി നമുക്ക് എന്താ മെഷീൻ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പക്ഷേ അതിനൊരു ടോളറൻസ് കാണും, വിത്തിൻ ദി ലിമിറ്റ്. ഒരു അപ്പർ ലിമിറ്റും കാണും, ലോവർ ലിമിറ്റും കാണും. എന്ന് വെച്ചാൽ 50 പ്ലസ് ഓർ മൈനസ് എന്താ 0.05 എന്ന് വെച്ചാൽ 50.05ഉം മാക്സിമം പോവാം, അല്ലെങ്കിൽ 49.95ഉം ലീസ്റ്റ് എന്ത് ചെയ്യാം, അതിന്റെ ഡയമെൻഷൻ നിൽക്കുക. ഇതിന്റെ അകത്താണ് നമ്മൾ മെഷീനിങ് കമ്പോണന്റ് വരുന്നെങ്കിൽ നമ്മുടെ ഫംഗ്ഷനാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യും, നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാം. ഇതിന്റെ വെളിയിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ മെഷീനിങ് ചെയ്യുന്ന സമയത്ത് ഡയമെൻഷൻ വരുന്നെങ്കിൽ അത് നമ്മളെ ഫംഗ്ഷനാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? റിജക്ട് ചെയ്യണം. അതാണ് നമ്മളെ ലിമിറ്റ്സ്, ഫിറ്റ്സ് ആൻഡ് ടോളറൻസ്. അപ്പൊ ഫിറ്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിറ്റ്സ് ഉണ്ട്. ഇന്റർഫറൻസ് ഫിറ്റ് ഉണ്ട്, അതുപോലെ ട്രാൻസിഷൻ ഫിറ്റ് ഉണ്ട്, ക്ലിയറൻസ് ഫിറ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഡിഗ്രി ഓഫ് എന്താ? ടൈറ്റ്നസ് അല്ലെങ്കിൽ ലൂസ്നെസ്സിനെയാണ് എന്ത് പറയുന്നത്? ഫിറ്റ് എന്ന് പറയുന്നത്. അതിലെ ടോളറൻസ്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫിറ്റ്സ്, ടോളറൻസ് ഇമ്പോർട്ടന്റ് ആണ്. പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർചേഞ്ചബിലിറ്റി, സെലക്റ്റീവ് അസംബ്ലി വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെലക്റ്റീവ് അസംബ്ലി, അതുപോലെ ടോളറൻസ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ടോളറൻസ്, ടൈപ്സ് ഓഫ് ഫിറ്റ്. ആ ടൈപ്സ് ഓഫ് ഫിറ്റ് എന്താണ്? ഞാൻ ക്ലിയറൻസ്, ഇന്റർഫറൻസ്, അതുപോലെ ട്രാൻസിഷൻ ഫിറ്റ് എന്ന് പറയുന്ന അലവൻസ്. അത് കഴിഞ്ഞ് അലവൻസ് എന്താണെന്ന് പഠിക്കും. ഹോൾ ബേസ് സിസ്റ്റം, ഷാഫ്റ്റ് ബേസ് സിസ്റ്റം എന്താണെന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മൾ ഹോൾ എന്താണെന്നും ഷാഫ്റ്റ് എന്താണെന്നും പഠിക്കും. അത് പഠിച്ചാൽ മാത്രമേ ഹോൾ ബേസിക് സിസ്റ്റം എന്താണ്, ഷാഫ്റ്റ് ബേസിക് സിസ്റ്റം എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അത് കഴിഞ്ഞ് സിസ്റ്റം ഓഫ് ലിമിറ്റ്സ് ആൻഡ് ഫിറ്റ്സ്, അതിന്റെ ന്യൂമറിക്കൽ പ്രോബ്ലംസ്, ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസും ചോദിക്കാൻ ചാൻസ്. ഇനി ഗേജസ്, ലിമിറ്റ് ഗേജസ്. അപ്പൊ ഗേജസിന്റെ പ്രിൻസിപ്പിൾ ആണ് ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ ഓഫ് എന്താ? ഗേജസ്. അപ്പൊ ടെയ്ലേഴ്സ് പ്രിൻസിപ്പിൾ, ഗോ ഗേജ്, നോ ഗോ ഗേജ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഗേജസ് ഉണ്ട്. ആ ഗേജസിനെ പറ്റി നമ്മൾ ഇവിടെ പഠിക്കും. അതും വേറെ അലവൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തുക. നമ്മൾ ഇനി മൊഡ്യൂൾ 4 പോകും. മൊഡ്യൂൾ 4 വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഉള്ള ഒരു ടോപ്പിക്കാണ് മൊഡ്യൂൾ 4. അതിൽ മെഷർമെന്റ്സിനെ പറ്റിയാണ്. ആംഗുലർ മെഷർമെന്റ്സിന് വേണ്ടി ഓട്ടോ കോർഡിനേറ്റർ നമ്മൾ പഠിക്കും. അതേപോലെ കമ്പറേറ്റേഴ്സ്, നമ്മള് ഒരു വാല്യൂ നമ്മൾ എന്നിപ്പോ പറയുന്ന ഡയൽ ഗേജ് ഒക്കെ കമ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ഒരു 0 സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഒരു സർഫസിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന സമയത്ത് ഡിഫ്ലക്ഷൻ കാണിക്കുന്നെങ്കിൽ ആ സർഫസ് ഫ്ലാറ്റ് അല്ല, വിത്ത് റെസ്പെക്ട് ടു സം റെഫറൻസ് അത് കമ്പയർ ചെയ്യുന്നു. അപ്പൊ ആ വിത്ത് റെസ്പെക്ട് ടു ഒരു ഫ്ലാറ്റ് സർഫസ് നമ്മൾ ഫ്ലാറ്റ് ആണെന്ന് കാണിച്ച് 0 സെറ്റ് ചെയ്യണമെങ്കിൽ പിന്നെ വേറൊരു സർഫസിൽ കൊണ്ട് മൂവ് ചെയ്യുന്ന സമയത്ത്, ഡയൽ ഗേജിനെ മൂവ് ചെയ്യുന്ന സമയത്ത് ആ ഡയൽ ഇൻഡിക്കേറ്റർ മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സർഫസ് എന്താ? ഫ്ലാറ്റ് അല്ല. അതാണ് കമ്പറേറ്റേഴ്സ്. അതിനകത്ത് വരുന്ന ഡയൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. അതേപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക് കമ്പറേറ്റേഴ്സ്, ന്യൂമാറ്റിക് കമ്പറേറ്റേഴ്സ് ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഈ ഇന്റർഫെറോമെട്രി ലൈറ്റിന്റെ പ്രിൻസിപ്പിളിൽ നമ്മൾ ഈ പറയുന്ന പോലെ സർഫസ് ഫ്ലാറ്റ്നെസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ്. സർഫസ് ഫ്ലാറ്റ് ആണോ പാരലൽ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇന്റർഫെറോമെട്രി. അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഇന്റർഫെറോമെട്രിയിൽ വർക്ക് ചെയ്യുന്നതാണ് ദാറ്റ് ഈസ് ഒപ്റ്റിക്കൽ ഫ്ലാറ്റ്, NPL ഫ്ലാറ്റ്നെസ്, ഇന്റർഫെറോമീറ്റേഴ്സ്, അതേപോലെ ലേസർ ഇന്റർഫെറോമീറ്റർ. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി അത് ലാസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഗിയർ ടൂത്ത് മെഷർമെന്റ്സും അതേപോലെ സ്ക്രൂ ത്രെഡ് മെഷർമെന്റ്സ് ആണ്. ഗിയർ
ടൂത്ത് മെഷർമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഗിയർ ടൂത്തിന് ഒരുപാട് ടെർമിനോളജീസ് ഉണ്ട്. ഈ ഗിയർ ടൂത്തിന്റെ പ്രൊഫൈല്, അതിന്റെ ബാക്ക്ലാഷ്, അതിന്റെ ഇടയിലുള്ള സ്പേസ്, കാര്യങ്ങളെല്ലാം സർഫസ് പ്രൊഫൈല് എല്ലാം കറക്റ്റ് ആണെന്ന് നോക്കുന്നതാണ് എന്താ ഗിയർ ടൂത്ത് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതിന് റൺഔട്ട് ഉണ്ടോ, അല്ലെങ്കിൽ എന്താ ഈ പറഞ്ഞ ഗിയറിന്റെ കറക്റ്റ് ഷേപ്പ് ആണോ അല്ലേ എന്നൊക്കെ നോക്കാൻ വേണ്ടി ഡയൽ ഇൻഡിക്കേറ്റർ ഒക്കെ യൂസ് ചെയ്ത്, വെർനിയർ കാലിപ്പർ യൂസ് ചെയ്ത് അടനം കറക്റ്റ് ആണോ, മൊഡ്യൂള് കറക്റ്റ് ആണോ, അല്ലെങ്കിൽ ഈ പറയുന്ന എന്താ സർക്കുലർ പിച്ച് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഗിയർ ടൂത്ത് മെഷർമെന്റ് എന്ന് പറയുന്നത്. അതുപോലെ സ്ക്രൂ ത്രെഡ് മെഷർമെന്റ് ഉണ്ട്. അപ്പൊ സ്ക്രൂ ത്രെഡിന്റെ ടെർമിനോളജീസ് പഠിക്കണം. അതുപോലെ തന്നെ അതിന്റെ മേജർ ഡയർ, മൈനർ ഡയമീറ്റർ എങ്ങനെ മെഷർ ചെയ്യാം. ഇനി അതിന്റെ എഫക്റ്റീവ് ഡയമീറ്റർ, എഫക്റ്റീവ് പിച്ച് ഡയമീറ്റർ അല്ലെങ്കിൽ എഫക്റ്റീവ് ഡയമീറ്റർ ചെക്ക് ചെയ്യാൻ വേണ്ടി 2 മെത്തേഡ് ആണുള്ള. 2 വയർ മെത്തേഡ് ഉണ്ട്, 3 വയർ മെത്തേഡ് ഉണ്ട്. അത് എടുത്ത് പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പായിട്ടും പഠിക്കണം. ഓക്കെ, ഇനി സർഫസ് റഫ്നെസ് മെഷർമെന്റും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് സർഫസ് റഫ്നെസ് മെഷർമെന്റ്. അപ്പൊ സർഫസ് റഫ്നെസ് മെഷർമെന്റ് ഇതിൽ ഏറ്റവും എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റൈലസ് പ്രോബ് ഇൻസ്ട്രുമെന്റ് വെച്ചിട്ടുള്ള സർഫസ് റഫ്നെസ്, അല്ല സർഫസ് റഫ്നെസിന്റെ സ്പെസിഫിക്കേഷൻസ്, സർഫസ് ടെസ്റ്റർ, ഇതൊക്കെയാണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ജോമെട്രിക് ഫോം ഓഫ് മെഷർമെന്റ്, സ്ട്രെയിറ്റ്നെസ്, ഫ്ലാറ്റ്നെസ്, റൗണ്ട്നെസ്, അതുപോലെ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. CMM നമ്മൾ ഈ ഒരു 2 ഡയമെൻഷൻ അല്ലെങ്കിൽ 3 ഡയമെൻഷൻ ഒബ്ജക്ട് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിന്റെ ഡയമെൻഷൻ അല്ലെങ്കിൽ അതിനെ CAD മോഡലാക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാണ് CMM, കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻസ്. ഇതിനെ പറ്റിയൊക്കെയാണ് നമ്മുടെ മൊഡ്യൂൾ 4 വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ പറയുന്ന ഡിവൈസസും, ഈ CMM എന്ന് പറയുന്ന ഡിവൈസസും, അതേപോലെ ഗിയർ, സ്ക്രൂ ത്രെഡ്സ്, അല്ലെങ്കിൽ എന്താണ് ഇന്റർഫെറോമീറ്റേഴ്സ്, ഈ പറയുന്ന ഇതൊക്കെ തന്നെയാണ് ഈ ഒരു മൊഡ്യൂൾസിൽ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. എന്ന് വെച്ചാൽ നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന കാര്യങ്ങളെ പറ്റിയാണ്, നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള നമുക്ക് ചുറ്റും കാണാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിന് പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. അപ്പൊ ഇത് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ് കിട്ടിയ പോലെ, അല്ലെങ്കിൽ ഒരു ഇൻഡസ്ട്രീസ് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ഈ സബ്ജക്റ്റ് നമുക്ക് എന്താ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. ഈ പറയുന്ന കോമ്പറ്റേറ്റീവ് എക്സാമിനും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു കോർ പേപ്പറാണ്. അത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക, നല്ല മാർക്ക് മേടിക്കുക. താങ്ക് യു.